തുന്നിടുമോ? ഏകുന്നു സർവം നിന്നിലേക്ക്, ജീവിതമാകെ ധന്യമാക്കൂ. നൊമ്പരം പേറും മനസ്സുമായി വിങ്ങി വിങ്ങി വന്നിടുന്നു. ചെയ്ത നന്മകൾ നഷ്ടങ്ങളായി ഉള്ളുനീറി നിന്നിടുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിൻ്റെ ആജ്ഞയ്ക്കും ദൈവത്തിൻ്റെ ഹിതത്തിനും വിധേയപ്പെടുത്തി കൊടുക്കുക, പൂർണ്ണമായി വിധേയപ്പെട്ട് കൊടുക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം താഴെ വെച്ചേ പറ്റൂ, സംശയമില്ല. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക. ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യരുത്. എനിക്കെന്താണ് ഇങ്ങനെ വന്നത് ചോദ്യം ചെയ്യരുത്. എനിക്കെന്താണ് രോഗം മാറാത്തത് ചോദ്യം ചെയ്യരുത്. എനിക്കെന്താണ് പരീക്ഷ പാസ്സാകാൻ പറ്റാത്തത് ചോദ്യം ചെയ്യരുത്. എനിക്കെന്താണ് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാത്തത് ചോദ്യം ചെയ്യരുത്. എനിക്കെന്താണ് ഇത്രയും വലിയ ദുർവിധി, വലിയ കഷ്ടകാലം വന്നത് ചോദ്യം ചെയ്യരുത്. എൻ്റെ ഭർത്താവ് നേരത്തെ വിട്ടുപോയത് എന്താണ്, എന്നോട് ദൈവം കരുണ കാണിക്കാൻ ഞാൻ എന്താണ് ചോദ്യം ചെയ്യരുത്. സത്യം നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവർ, എന്ത് തന്നെ വന്നാലും എല്ലാം നന്മയ്ക്ക് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളിമ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യശാലികളാകും. എന്ത് തന്നാൽ എന്ത് ദുർവിപര്യങ്ങളിൽ നിന്നാലും, ദുർവിപര്യം എന്ന് പറഞ്ഞാൽ അരുതാത്തതായ കാര്യങ്ങൾ സംഭവിച്ചാലും, ദുർവിപര്യങ്ങൾ വന്നാലും എന്തു വന്നാലും ശരി, എൻ്റെ കർത്താവേ, ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയില്ല, ഞാൻ മത്സരിക്കുകയില്ല, എനിക്കെന്തിങ്ങനെ വന്നു ഞാൻ പരിഭവിക്കുകയില്ല. കാരണം നീ സർവ്വവല്ലഭനാണ്, നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ല. ഉറപ്പായിരിക്കണം. പെട്ടെന്ന് ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയി, വിചാരിക്കാത്ത സമയത്താണ് കടന്നുപോയത്. അത് അത്ര നേരവും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇതാ ഒരാൾ അങ്ങ് ചാഞ്ഞ് പോകുന്നു. തീർന്നു, പിന്നെയില്ല, ശ്വാസം നിലച്ചു. അയ്യോ കഷ്ടം, പോയല്ലോ. പക്ഷെ അപ്പോഴും ഓർത്തോളണം, നിങ്ങൾ മറക്കരുത്, അപ്പോൾ ഓർത്തോളണം, ഓൾ ഫോർ ദ ബെസ്റ്റ്, എല്ലാം നന്മയ്ക്ക്, സംശയിക്കേണ്ട. എല്ലാം എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവൻ അറിഞ്ഞാണ് സംഭവിക്കുന്നെങ്കിൽ നന്മയ്ക്കാക്കി തീർക്കും. ഇന്ന് തിന്മയ്ക്കായിട്ട് സംഭവിച്ചതാണെങ്കിൽ പോലും അത് നന്മയിലേക്ക് മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും. എല്ലാം നന്മയ്ക്കായി കർത്താവ് രൂപാന്തരപ്പെടുത്തി തരും. നിങ്ങൾ വിശ്വസിക്കൂ. രോഗം വന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ വന്നെങ്കിൽ, വലിയ ആപത്ത് വന്നെങ്കിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ വലിയ നഷ്ടം വന്നെങ്കിൽ, അല്ലെങ്കിൽ വലിയ കടത്തിൻ്റെ ഭാരം വന്ന് കയറിയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഓൾ ഫോർ ദ ബെസ്റ്റ്, എല്ലാം നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കുക. എല്ലാം നന്മയ്ക്ക്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, എനിക്കറിയാം. പക്ഷേ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ നാം വിജയിച്ചു. എല്ലാം എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. യേശു അറിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ നല്ല നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ വിശ്വാസം നമ്മെ നയിക്കണം. അതാണ് പൂർണ്ണമായി കീഴ്പ്പെട്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെടുന്നതാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളുടെ സിംഹാസനത്തിന് മുമ്പിലിടും. 5-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. 7 മുദ്രയുള്ള പുസ്തകം. അതേക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. 7 മുദ്രയുള്ള പുസ്തകം. ഓരോ ഭാഗം കഴിയുമ്പോഴും ഒരു മുദ്രയിടും, അത് കെട്ടിവെക്കും. അതിന് പിന്നെ അടുത്ത ചുരുൾ വീണ്ടും അത് നിർത്തി അടുത്ത ചുരുൾ, ആ ചുരുളിൽ പിന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഒരു മുദ്രയിടും. അങ്ങനെ 7 മുദ്ര. ഈ 7 മുദ്രയുള്ള പുസ്തകം എന്താണ്? വരാനിരിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്ന അഗാധ രഹസ്യങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 7 മുദ്രയുള്ള പുസ്തകം കണ്ടു. പിന്നെ ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഒരു ദൂതൻ ഇങ്ങനെ അത്യുച്ചത്തിൽ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം തുറപ്പാൻ ആരുണ്ട് യോഗ്യനായിട്ട്? ഈ പുസ്തകം തുറക്കാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മുദ്ര പൊട്ടിച്ചിട്ട് അത് പിന്നെ തിരിച്ച് ഉരുട്ടിയിട്ട് അടുത്ത മുദ്ര പൊട്ടിക്കുന്നു. ഇങ്ങനെ 7 മുദ്രയും പൊട്ടിപ്പാൻ യോഗ്യനായിട്ട് ആരുണ്ട് എന്ന് ഒരു ദൂതൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആ
ആ മഹാരഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അത് തുറന്നു വായിക്കാനെങ്കിലും ആർക്കും കഴിഞ്ഞില്ല, സാധിച്ചില്ല. കാരണം അത് ആരുടെയും പരിധിയിൽ ഒതുങ്ങുന്നതല്ല, ആർക്കും വായിക്കാവുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ അത് മുദ്രയിട്ടേക്കാ എന്ന്. അത് അന്ത്യകാലത്തേക്ക് വേണ്ടി മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്, അത് മുദ്രയിട്ട് വെക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പുസ്തകം തുറക്കാനാണ് പറയുന്നു. തുറക്കാൻ നോക്കി, പക്ഷേ ആർക്കും തുറക്കാൻ യോഗ്യതയുള്ളവരായി ആരെയും കണ്ടില്ല. അടുത്ത വാക്യം. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഇവിടെ കയറി വരികയും ഞാൻ മേലെ സംഭവിക്കാനുള്ളത് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ വിളിച്ചത്. പക്ഷേ ഈ പുസ്തകം തുറക്കാൻ യോഗ്യനായിട്ട് ആരുമില്ലെങ്കിൽ എങ്ങനെ കാണും? ഈ രഹസ്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി തരാൻ ആരുമില്ലെങ്കിൽ എങ്ങനെ കാണും? പുസ്തകം തുറപ്പാനെങ്കിലും അത് വായിക്കാനെങ്കിലും യോഗ്യനായി ആരെയും കണ്ടില്ല. അപ്പോസ്തലന് വലിയ വേദനയായി. ഞാൻ ഏറ്റവും കരഞ്ഞു. സ്തോത്രം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുകയാണ്, കരയണ്ട, വിഷമിക്കേണ്ട, ഈ പുസ്തകം തുറപ്പാൻ യോഗ്യനായിട്ട് ഒരാളുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കാൻ അർഹനായ ഒരാളുണ്ട്. 7 മുദ്രയും തുറപ്പാൻ യോഗ്യനായി ജയം പ്രാപിച്ചിരിക്കുന്നുണ്ട്. ആരത്? യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞു. ജയം പ്രാപിച്ചു. സ്തോത്രം. വളരെ അർത്ഥവത്തായ കാര്യമാണ്. ഈ ജയം പ്രാപിച്ചു, യേശുക്രിസ്തു ജയം പ്രാപിച്ച കാര്യം പറയുന്നത്. വാസ്തവത്തിൽ നടന്നത് എന്താണ്? നാം നോക്കുമ്പോൾ, മനുഷ്യൻ നോക്കുമ്പോൾ പരാജയം. അടികൊണ്ടു, ശിക്ഷയേറ്റു, ചാട്ടവറകൊണ്ടുള്ള അടിയേറ്റു, ദേഹം പിളർന്നു, കീറി, കൈകാലുകൾ മുറിഞ്ഞു, ചോര ചിന്തി. എന്ത് ദയനീയമായ സ്ഥിതി. ലോകം നോക്കുമ്പോൾ പരാജയം. ദൈവത്തിന് സ്തോത്രം. ലോകം നോക്കുമ്പോൾ എല്ലാവർക്കും പരിഹസിക്കാനുള്ള വിഷയം. കണ്ടില്ലേ, വലിയ അവിടെ നമ്മുടെ നാട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ ആളുകളെ പ്രകടിപ്പിച്ചു. കേട്ടില്ലേ, നമ്മുടെ ഈ ഗലീല പ്രദേശത്ത്, അവിടെ ഈ ഗലീല ജില്ലയിൽ, ഡിസ്ട്രിക്റ്റിൽ ഇവിടെ ചില കുഷ്ഠരോഗികൾക്ക് സൗഖ്യമായി എന്ന് പറഞ്ഞ് ആളുകളെ ഭ്രമിപ്പിച്ചു. എല്ലാം തട്ടിപ്പല്ലായിരുന്നോ? നമ്മൾ വിചാരിച്ചതുപോലെയല്ലായിരുന്നല്ലോ. എല്ലാം വഞ്ചനയിലായിരുന്നു, ചതിയല്ലായിരുന്നോ? ആളുകൾ പരിഹസിക്കുന്നു. ഇത്രയും വലിയൊരു ദുഷ്ടനെയാണോ, ഇത്രയും വലിയൊരു ഭീകരനെയാണോ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നടന്നത്? ചിലരങ്ങനെ പറയുന്നു. നോക്കൂ, ഗോകുൽത്തായിലേക്ക് കുരിശും പേറി പോകുമ്പോൾ ജനക്കൂട്ടം ഓരോന്നിങ്ങനെ വിമർശിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പിന്നെയും ആർത്തു പറയുകയാണ്, തൂക്കുക തൂക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ യേശുക്രിസ്തു തോറ്റവനായിട്ടാണ് ലോകം കണ്ടത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. പുസ്തകം തുറന്ന് അതിന് മുദ്ര പൊട്ടിച്ച് വായിപ്പാൻ തക്കവണ്ണം അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. കാലത്തിൻ്റെ പഴയ കാലവും ഇന്നത്തെ കാലവും വരാനുള്ള കാലവും എല്ലാം ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യനായ ദൈവം അവിടുന്ന് ജയശാലിയായി കുരിശിൽ ജയം കൊണ്ടിരിക്കുന്നു. കുരിശിൽ മരണത്താൽ ജയം നേടിയിരിക്കുന്നു. സ്തോത്രം. ഇത് നിങ്ങൾ സ്വന്തം അനുഭവത്തിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അത് സ്വയം തന്നെ അങ്ങ് വിശ്വസിക്കണം. ഞാൻ പറയട്ടെ, പൊട്ടാസ്യം പെർമാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും കൂടി ചൂടാക്കിയാൽ ഓക്സിജൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കെമിസ്ട്രി ക്ലാസ്സിൽ പറഞ്ഞു. അത് നമ്മൾ നോക്കിയിട്ടാണോ വിശ്വസിക്കുന്നത്? അല്ലല്ലോ, വിശ്വാസമുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ 47 അന്ന് ഉണ്ടായിരുന്നു, നമ്മളുണ്ടായിരുന്നില്ലല്ലോ. അന്ന് അതിട്ടാണോ നമ്മൾ ആ കാര്യം നടന്നത് എന്ന് വിശ്വസിക്കുന്നത്? നേരിട്ട് കണ്ടിട്ടാണോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നടക്കുന്ന അനേകം കാര്യങ്ങൾ നാം നേരിട്ട് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. എന്നാൽ പിന്നെ കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപം വഹിച്ചെന്ന് വിശ്വസിക്കരുതോ? അതൊരു സത്യമാണ്, പരമസത്യമാണ്. ചരിത്ര സത്യങ്ങൾ നാം വിശ്വസിക്കുന്നു. അതുപോലുള്ള ചരിത്ര സത്യമാണ് കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ക്രൂശിൽ മരിച്ചു എന്നുള്ളത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് അത് നിത്യസത്യമാണ്, നിത്യ യാഥാർത്ഥ്യമാണ്. കർത്താവിന് സ്തോത്രം. അവിടെ നിൻ്റെ ബുദ്ധിയിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നീ പേടിക്കേണ്ട. എനിക്ക് കർത്താവേ ഇത് മനസ്സിലാകുന്നില്ല, എന്തിനാണ് മനസ്സിലാക്കണ്ട, വിശ്വസിച്ചാൽ മതി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വയറിൽ അതിൽ വിദ്യുച്ഛക്തി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല വിശ്വസിക്കുകയാണ്. വിശ്വസിക്കാതെ അതിനകത്ത് ചാടി തൊട്ട് പോയാലോ അപകടം വരും. വിശ്വസിക്കുകയാണ്. പ്രാണവായു കൊണ്ട് ഞാൻ നേരിട്ട് കാണുന്നില്ല. പ്രാണവായു എന്നൊക്കെ പറയുന്നത്, ഈ ഓക്സിജൻ എന്നൊക്കെ പറയുന്നത് എവിടെയുണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ
ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം പ്രാണവായു ഉണ്ട്, അതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നീ ചരിക്കുന്നത്, നീ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് അറിഞ്ഞാൽ മാത്രമേ, കൺമുമ്പിൽ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. വിശ്വസിക്കുക, വിശ്വാസം, സകലത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. പലതും നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്, നമ്മുടെ പരിധിയിൽ, നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ പറയുന്നു, വിശ്വസിക്കുക. യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു. ജയം പ്രാപിച്ച ക്രിസ്തു എപ്പോഴും ഓർത്തുകൊള്ളണം, എൻ്റെ യേശു ജയം പ്രാപിച്ചവനാണ്. എൻ്റെ കർത്താവ് ക്രൂസിൽ ജയം നേടിയവനാണ്. എൻ്റെ കർത്താവ് എനിക്ക് ജയം തരാനാണ് ക്രൂസിൽ പരാജിതനെപ്പോലെ ആണിയടിച്ച് തകർക്കപ്പെട്ടത്. എനിക്ക് ജയം തരാൻ ക്രിസ്തു പരാജിതനെപ്പോലെ ക്രൂസിന്മേൽ കിടന്നു, തോറ്റവനെപ്പോലെ ക്രൂസിന്മേൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മർമ്മം നിങ്ങൾക്ക് സ്വന്തമായി അനുഭവമായി തീരും. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അത് അനുഭവമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക എന്ന് പറയുന്നൊരു കൃപയാണ്, ഒരു ഭാഗ്യമാണ്. വിശ്വസിക്കുക, വിശ്വാസം വരിക. പലർക്കും വിശ്വാസം വരുന്നില്ല. അവർ ബുദ്ധിയിൽ ചകഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല. മനുഷ്യൻ്റെ ബുദ്ധി എത്ര നിസ്സാരം, ഈ മനുഷ്യൻ എത്ര പണ്ഡിതൻ പറഞ്ഞാലും ബുദ്ധി എത്രയോ നിസ്സാരം. അതുകൊണ്ട് ബുദ്ധിയിൽ ഈ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ നോക്കണ്ട. ദൈവത്തിന് സ്തോത്രം. എന്തു വേണം? വിശ്വസിക്കുക. ഞാൻ പറഞ്ഞാൽ ഈ വേദപുസ്തകം ഇത് 100% വിശ്വാസം, ഇത് സത്യമാണെന്ന് വിശ്വസിക്കുക. അതൊരു വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലം ജലപ്രളയം ഉണ്ടായപ്പോൾ ചിലർ പറയുന്നു, ഈ ലോകം എങ്ങുമല്ല, മുഴുവനല്ല, അവിടെ ആ ഭാഗത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി അതാണ് പറയുന്നത് എന്ന് പറയുന്നത് അവിശ്വാസമാണ്. കാരണം വേദപുസ്തകം പറയുന്നു, സകല ജീവജാലങ്ങളുടെ എല്ലാറ്റിൻ്റെയും മീതെ വെള്ളം പൊങ്ങിക്കിടന്നു എന്ന്, മുഴുവനും വെള്ളത്തിൽ മുങ്ങിയെന്ന്. ചരിത്രം പറയുന്നു, സാക്ഷിക്കുന്നു, മെഡിറ്ററേനിയൻ കടൽ ഉണ്ടായത് ജലപ്രളയത്തിന് ശേഷമാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഭൂമിയിൽ ഒരു ഭാഗം പിളർന്ന് ആ ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണിയാഴി ഉണ്ടായി എന്ന് പറയുന്നു. ഈ സൈബീരിയൻ പ്രദേശത്ത്, ഏറ്റവും വടക്കുള്ള സൈബീരിയൻ പ്രദേശത്ത് ഉയർന്ന മലകളുടെ മുകളിൽ ഈ ചില ജീവികളുടെ അസ്ഥിപഞ്ജരം കാണുന്നു. എങ്ങനെ കാണുന്നു? ഒരു കാലത്ത് അത് ജീവിച്ചിരുന്നു. അത് അസ്ഥിപഞ്ജരം അവിടെ വെള്ളം താണപ്പോൾ അത് ചത്തൊടുങ്ങിയ ജീവികൾ, ഏതെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലും ആയിരിക്കാം, ചിലർ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ, ആ ജീവികൾ മരിച്ച് ചത്ത് പോയതിൻ്റെ അസ്ഥിപഞ്ജനം അവിടെ ഇപ്പോഴും കാണുന്നു മഞ്ഞുമലകളിൽ. ഇത് കണ്ടാൽ വിശ്വസിക്കാവൂ എന്നുണ്ടോ? ഇല്ലല്ലോ. വചനം പറയുന്നു, ഇതൊക്കെ കണ്ട് പരീക്ഷിച്ച് വിശ്വസിക്കാൻ നോക്കിയാൽ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. യോനയെ മത്സ്യം വിഴുങ്ങിയെന്ന് വായിക്കുന്നു. അത് എങ്ങനെ മത്സ്യം വിഴുങ്ങാൻ പറ്റുമോ? എന്നിട്ട് ആ മത്സ്യത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനിങ്ങനെ 3 ദിവസം കിടക്കുക, എന്നിട്ട് ജീവിതനോട് നടന്ന് പ്രസംഗിക്കുക, ഇതൊക്കെ സാധിക്കുമോ? മനുഷ്യൻ വെറുതെ മണ്ടത്തരം ചിന്തിക്കുകയാണ്. 1967 തോന്നുന്നു, ലൈഫ് മാഗസിനിൽ ഒരു നല്ല ആർട്ടിക്കിൾ വന്നിരുന്നു, മനോഹരമായൊരു ആർട്ടിക്കിൾ. അത് 67-68 ആണ്ടിലാണ് വന്നത്. അതിൽ സ്വീഡൻ്റെ പരിസരത്ത് ഒരു വലിയൊരു മഹാമത്സ്യം കരയിലടിഞ്ഞു. ആ മഹാമത്സ്യത്തെ പിളർന്നു നോക്കിയപ്പോൾ 2 മനുഷ്യർ അവിടെ നിന്നിരിക്കുന്നു. 2 മനുഷ്യർ, മീൻ പിടിക്കാൻ പോയ 2 മീൻപിടുത്ത തൊഴിലാളികൾ, അവരെ ഈ മത്സ്യം വിഴുങ്ങി. അവരിപ്പോൾ ജീവനോട്ടിരിക്കുന്നു. അതാണ് അത്ഭുതം. എന്താണ്? അവർ അതിനകത്ത് ഓക്സിജൻ ബ്ലാഡർ ഉണ്ട് എന്ന് കണ്ടെത്തി. ഓക്സിജൻ ബ്ലാഡർ കണ്ടെത്തി, അതുകൊണ്ട് അവർ ജീവനോട്ടിരിക്കുന്നു. അവർ പിന്നെയും അവർക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ കൊടുത്ത് അവർ 3 ദിവസത്തിന് ശേഷം അവർ എഴുന്നേറ്റ് പ്രവൃത്തി ചെയ്തു, സംസാരിച്ചു എന്നെല്ലാം വായിക്കുന്നു. ഇതുണ്ടായ സംഭവമാണ്. ഇത് കണ്ടിട്ട് വേണോ നമുക്ക് വിശ്വസിക്കാൻ യോനയുടെ കാലത്ത് മത്സ്യം യോനയെ വിഴുങ്ങി എന്നുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് കിട്ടിയിട്ടല്ല വിശ്വസിക്കേണ്ടത്. കണ്ണടച്ച് വിശ്വസിക്കുക. പിന്നീട് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലായി വരും. ഈ വേദപുസ്തകത്തിൽ യഹൂദൻ്റെ കയ്യിൽ നിന്ന് യെരൂശലേം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം യഹൂദൻ ഇനി അവിടെ തലസ്ഥാനം അവിടെ സ്ഥാപിക്കും, അവരുടെ സാമ്രാജ്യം അവിടെ സ്ഥാപിക്കും, അവരുടെ രാജ്യം അവിടെ സ്ഥാപിക്കും, യെരൂശലേം യഹൂദൻ്റെ കയ്യിലാകുമെന്ന് വേദപുസ്തകപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അത് ചില ദൈവമക്കൾ എഴുതിയിട്ടുമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് 1967 ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത്, അറബി ഇസ്രായേൽ സംഘടനത്തിൻ്റെ സമയത്ത് യെരൂശലേമിൻ്റെ ഒരു ഭാഗം കൈവശത്താക്കി. നോക്കൂ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നതിന് ശേഷം ഇസ്രായേൽ രാഷ്ട്രത്തിന് യെരൂശലേം യഥാസ്ഥാനത്തേക്ക് കൊടുക്കുകയും അവിടെ കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. നോക്കൂ, ഇന്ന് നമുക്കത്
ഇത് ചരിത്രത്തിൽ പണ്ട് വേദപുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ ഇത് നിറവേറുന്നത് ഇപ്പോഴാണ് നിറവേറുന്നതെങ്കിലും എത്രയോ പണ്ട് എഴുതി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അതിന് നിങ്ങൾ ഒരു എളിമയുള്ള മനസ്സുണ്ടായാൽ മതി. നിങ്ങളുടെ ഈ ചിന്തകളും ബുദ്ധികളും എല്ലാം താഴെ വയ്ക്കുക. എല്ലാം കർത്താവേ, എൻ്റെ ബുദ്ധി എത്ര അപര്യാപ്തമാണ്, എത്ര നിസ്സാരമാണ്, എത്ര വികലമാണ്, വേണ്ടതുപോലെയുള്ള ഒരു ശരിയായ കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ കർത്താവേ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ കഴിവ് നിസ്സാരമാണ്, എൻ്റെ അറിവ് നിസ്സാരമാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു എളിമ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ജയിച്ച് കയറാം. ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പറ്റും. വിശ്വാസം. കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് പറയുന്നു. കർത്താവിൻ്റെ വചനം അതാണ് പറയുന്നത്. കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും, ഒരുങ്ങിയിരുന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും, വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. ഞാൻ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കും. എന്തെല്ലാം പാപം ചെയ്തവനാണെങ്കിലും പാപം എല്ലാം കഴുകിത്തരും. ദൈവത്തിന് സ്തോത്രം. പത്രോസ് വാളെടുത്ത് ഒരു പടയാളിയുടെ വലത്തേക്ക് അത് അറുത്ത് കളഞ്ഞു. ഇത്രയും കഠോരകൃത്യം ചെയ്ത കർത്താവിനെ തള്ളി പറഞ്ഞു. എങ്കിലും പത്രോസിനാണ് അന്ന് ദൈവത്തിന് വചനം പറയാനുള്ളതായ കൃപ ലഭിച്ചത് ആദ്യത്തെ പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം. എന്തുകൊണ്ട്? ദൈവം പഴയതൊന്നും ഓർക്കുന്നില്ല. പഴയതെല്ലാം മറച്ചു തരും, എല്ലാം മറന്നു തരും, എല്ലാം ക്ഷമിച്ചു തരും. വിശ്വസിക്കുക, അത് വിശ്വാസമാണ്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മുങ്ങിപ്പോയി, എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുക. എല്ലാം എൻ്റെ കർത്താവ് ക്ഷമിച്ചതെന്ന് വിശ്വസിക്കുക. എന്തുകൊണ്ട്? വചനം അത് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാകയാൽ നാം വചനം വിശ്വസിക്കുന്നു, നമ്മുടെ പാപത്തിൽ കഴിവ് കിട്ടുന്നു, എന്നിട്ടോ നാം പുതിയ ജീവിതം തുടങ്ങുന്നു. ഇതനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതമെന്ന്. ദൈവത്തിന് അതുകൊണ്ട് വിശ്വാസം അത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ വരണം. ഒന്നും ചിന്തിക്കാതെ, ഒന്നും ആലോചിക്കാതെ, ബുദ്ധിയിലൊന്നും കണക്കുകൂട്ടി നോക്കാതെ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവമായി തീരും. അപ്പോൾ വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരും. അപ്പോൾ അനുഭവങ്ങൾ കൂടിക്കൂടി വരും. അനുഭവങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ജയജീവിതം ലഭിക്കുന്നു. ജയജീവിതത്തിൽ നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നു. അതാണ് സത്യാരാധന. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നോക്കൂ, കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കൊണ്ട് ജയം പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പിമാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. സിംഹം, യഹൂദാഗോത്രത്തിലെ സിംഹം ജയം പ്രാപിച്ചു. സിംഹത്തെ കാണാൻ തിരിഞ്ഞു നോക്കി അപ്പോസ്തലൻ. സിംഹത്തെ കാണാൻ നോക്കിയപ്പോൾ സിംഹമല്ല, ഒരു കുഞ്ഞാടിനെയാണ് കാണുന്നത്. എന്താണ് കാരണം? പാപം ചെയ്യുന്നവർക്ക് സിംഹം പോലെയും ദൈവത്തെ അനുസരിക്കുന്നവർക്ക് കുഞ്ഞാട് പോലെയും ഉള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. പാപം ചെയ്യുന്നവർക്ക് സിംഹം പോലെയാണ്. യാതൊരു മയവുമില്ലാതെ കടിച്ചു കീറുന്ന സിംഹം പോലെയായിരിക്കും പാപത്തിൻ്റെ നേരെ. എന്നാൽ പാപത്തോട് അനുദപിച്ചു വരുന്നവർക്ക് കുഞ്ഞാട് പോലെ കരുണയുള്ളവനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ഈ കുഞ്ഞാടിന് എല്ലാ സ്ഥലത്തെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ളത് 7 കണ്ണുണ്ട്. എല്ലാ സ്ഥലത്തെയും കണ്ടുകൊണ്ടിരിക്കാൻ കണ്ണുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. മനോഹരമായ രംഗമാണ് കാണുന്നത്, അതിമനോഹരമായ രംഗം. നിത്യനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ആ പുസ്തകം വാങ്ങി, മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങി. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം ഇവിടെ അനുഭവിക്കുകയാണ്. എന്താണ് അനുഗ്രഹം? ഈ നിത്യനായ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് ആ പുസ്തകം വാങ്ങുവാൻ യോഗ്യൻ, അതിന് മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മുദ്ര വച്ചിരുന്നാലും എല്ലാം പൊട്ടിക്കാൻ ശക്തനായ യേശുക്രിസ്തു ജീവിക്കുന്നു. ഏതെല്ലാം തിന്മകൾ ചെയ്ത് അത് ആരും അറിഞ്ഞില്ല മുദ്ര വെച്ചിട്ടിരുന്നാലും, എല്ലാം അടച്ചുപൂട്ടി വെച്ചിരുന്നാലും ആരും അറിഞ്ഞില്ല, എല്ലാം പൊട്ടിക്കുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. ഞാൻ അനുഭവത്തിൽ ചേർത്താണ് പറയുന്നത്. ഇവിടെ പ്രസക്തമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം നോക്കിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എല്ലാം നോക്കുന്ന ദൈവമുണ്ട്.
അവൻ എത്ര നിഗൂഢമായത് അവൻ മറിഞ്ഞിരിക്കുന്നില്ല. ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. എല്ലാം അവൻ കാണുന്നു. എല്ലാം അടച്ചു വച്ചിരിക്കുന്നതെല്ലാം അവൻ പൊട്ടിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം പൊട്ടിക്കും. അടച്ചു വച്ചിരുന്നതെല്ലാം, മുഖം മൂടിയെല്ലാം മാറും. എല്ലാം മാറും. ഉള്ളതുപോലെ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ചിന്ത വന്നാൽ മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാം. ഞാൻ എന്തെല്ലാം മറച്ചു വെച്ചാലും എൻ്റെ ജീവിതത്തിൻ്റെ മുദ്ര പൊട്ടിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്താക്കാൻ കർത്താവായ യേശുവിന് കഴിയും. യേശു മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യരെ നമുക്ക് പറ്റിക്കാം. മനുഷ്യരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. മനുഷ്യരെ നമുക്ക് അവർ ധരിച്ചിരിക്കുന്ന ധാരണകൾക്ക് വിരുദ്ധമായി തന്നെ പുതിയ ധാരണകൾ കൊടുക്കാം. അതൊക്കെ സാധിക്കും. മനുഷ്യരെ വഞ്ചിക്കാം. പക്ഷേ നിത്യനായ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവം എല്ലാം കാണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുദ്ര അതല്ല. പക്ഷേ നാം പ്രായോഗികമായി കാണേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രായോഗികമായി ഞാൻ മുദ്ര വച്ചിരിക്കുന്നതായ എൻ്റെ ജീവിതമാകുന്ന പുസ്തകം, ഞാൻ അടച്ചു വച്ചിരിക്കുന്നതായ എൻ്റെ ജീവിതമായ പുസ്തകം, നാം കൈക്കൂലി വാങ്ങിയത്, ചിലരെ അവരറിയാതെ തന്നെ ഉപദ്രവിച്ചത്, അവർക്ക് വരാനിരിക്കുന്ന നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അവർക്ക് വരാനിരിക്കുന്നതായ പ്രൊമോഷൻസ് തടുത്തു കളഞ്ഞത്, ഇല്ലേ, നല്ലപോലെ പരീക്ഷ എഴുതിയ കുട്ടിയുടെ മാർക്ക് ഇല്ലാതാക്കിയത്, തോൽപ്പിച്ച് കളഞ്ഞത്, ചില വ്യക്തിവൈരാഗ്യങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന തുറകളിൽ, ജീവിക്കുന്ന മേഖലകളിൽ, ജീവിക്കുന്നതേ രംഗങ്ങളിലെല്ലാം തെറ്റുകൾ സംഭവിക്കാനുള്ളതായ സാധ്യതകൾ ധാരാളമുണ്ട്. ഇങ്ങനെ സംഭവിച്ചതായ തെറ്റുകളെല്ലാം മറ്റാരറിഞ്ഞില്ല. ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. മറ്റാരും അറിഞ്ഞിട്ടില്ല. ആരും അറിയാത്തതായ തെറ്റുകൾ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരുമിച്ച് കഴുകിത്തരുന്ന ഒരു നല്ല യേശുവുണ്ട്. എല്ലാം ഒരുമിച്ചെല്ലാം കഴുകിത്തരുന്ന, എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചെങ്കിലും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങളെ ക്ഷമിക്കാൻ യേശു ക്രിസ്തു ഇന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ, പറഞ്ഞാലും തീരാത്തതായ പാവങ്ങൾ എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും യേശു ക്രിസ്തു അരികത്ത് വന്നിട്ടുണ്ട്. നാഥ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ഒരു തുള്ളി രക്തത്താൽ കർത്താവേ എൻ്റെ പാവങ്ങളെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നാഥ, എന്നെ കറയും കളങ്കമില്ലാത്തനായി നിർത്താൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഥ, ഇനിയുള്ള കാലം കർത്താവേ, പാപം തൊടാതെ, അശുദ്ധി ഏശാതെ, കളങ്കമില്ലാതെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞാൻ എന്നെ തന്നെ എതിർപ്പാതെങ്കിൽ ഞാൻ പരമേൽപ്പിക്കുന്നു. സമർപ്പിക്കാം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാവം ക്ഷമിക്കുന്നു നിത്യസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാജാതിരാജൻ്റെ അരുമ സന്താനങ്ങളായി ഞങ്ങളെ അവിടെ നിന്ന് എണ്ണിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.